ഹലോ ഗൈസ്, അങ്ങനെ രാവിലെ തന്നെ അസ്രപ്പിച്ചാൻ്റെ നല്ലൊരു ചായയും വാങ്ങിച്ച് നേരെ വണ്ടി കയറി. ആ ചൂട് ചായ ഒരു രക്ഷയില്ല കേട്ടോ. അങ്ങനെ നേരെ വണ്ടി കയറി നോക്കിയത് എൻ്റെ വണ്ടിയിൽ ഇപ്പോൾ ഉള്ളത് നല്ലൊരു ഫിഷിംഗ് റോഡ് ഉണ്ട് ഞാൻ വാങ്ങിച്ചത്. അതുപോലെ അതിൻ്റെ ലൂറ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ബാഗിനകത്ത്. അങ്ങനെ വണ്ടി എടുത്ത് റോട്ടിൽ കയറി. റോഡിൽ റഷൊന്നുമില്ല. അങ്ങനെ അങ്ങനെ നല്ല അടിപൊളി കാലാവസ്ഥയാണ്, നല്ല അടിപൊളി വൈബാണ്. രാവിലെ തന്നെ നോക്കിയതാ നല്ല സൂര്യൻ വരുന്ന ഒരു സമയം. എനിക്കിപ്പോൾ പോകുന്നത് അൽക്കാനിലേക്കാണ്. ആ റൈറ്റ് സൈഡിൽ കാണുന്ന ആ ചരിഞ്ഞ ബിൽഡിങ്ങിൻ്റെ അടുത്തേക്കാണ് എനിക്ക് പോകേണ്ടത്. അങ്ങനെ നേരെ റൗണ്ട് അബൌട്ടിലേക്ക് എത്തുമ്പോൾ നോക്കിയതാ നല്ല പച്ച പുല്ലിലേക്ക് നല്ല മഞ്ഞൊക്കെ കൊണ്ടിട്ട് കാണാൻ നല്ല രസമുണ്ട്. അങ്ങനെ അവിടുന്ന് റൈറ്റ് അടിച്ച പാട് നേരെ ഞാൻ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ആ വെള്ളം കണ്ടപ്പോൾ എനിക്ക് നല്ല സന്തോഷമായി. അങ്ങനെ അവിടുന്ന് നേരെ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങി നോക്കിയതാ ഇതാണ് ഇപ്പോൾ ഇവിടുത്തെ കാലാവസ്ഥ. നോക്കുക, ആ തണുപ്പത്ത് എന്തോ ഒരു രസം രാവിലെ. ഈ വെള്ളം കണ്ട നല്ല പച്ച കളറാണ്. അടിഭാഗമൊക്കെ നല്ല പാങ്ങിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇതിൻ്റെ അപ്പുറ സൈഡ് കുറേ ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ ഒക്കെ നടക്കുന്നുണ്ട്. ഇതിൻ്റെ നടുക്ക് നമുക്ക് കാണാം ബോട്ടുകളൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് ചെറിയൊരു ഹാർബർ പോലെയാണ്. നേരത്തെ ഞാൻ വരുമ്പോൾ കാണിച്ച ആ ബിൽഡിങ്ങിൻ്റെ തൊട്ട് സൈഡിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ട്. ആ ചെരിഞ്ഞ ബിൽഡിങ്ങിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ നേരെ ഫ്രണ്ട് സൈഡിലാണ് ഞാൻ നിൽക്കുന്നത്. ഈ ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വെള്ളത്തിലേക്ക് നോക്കുമ്പോൾ ഇതാ ഒരുപാട് മീൻകൂട്ടങ്ങളുണ്ട്. ആ മീൻകൂട്ടങ്ങൾ ഇതാ ലൈനായിട്ട് ഇങ്ങനെ പോകുന്നു. ജാഥക്ക് പോകുന്ന പോലെ ഇതാ അടുത്ത ഒരു ഗ്യാങ്ങിൻ്റെ അടുത്തേക്കാണ് തോന്നുന്നു പോകുന്നത്. ആ ലൈനായിട്ട് പോകുന്നത് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഈ കാണുന്ന റഷീദ് താനൂരാണ് സ്ഥലം. അപ്പോൾ മൂപ്പർ എന്നോട് പറഞ്ഞു ഇവിടെ മീൻ പിടിക്കുന്ന അലൗഡ് അല്ല, മമ്നു ആണ്. മുനിസിപ്പാലിറ്റിൻ്റെ അവർ കണ്ടു കഴിഞ്ഞാൽ ഫൈൻ അടിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മീൻ പിടിക്കാനൊന്നും നോക്കിയില്ല. അങ്ങനെ മൂപ്പർ ചെറിയൊരു കണ്ണിയിൽ ഒരു കണവ പിടിക്കാൻ നോക്കുന്നതാണ്. ഇത് കണവ നമ്മളെ കൂന്തലിതാ ഈ കാണുന്നതാണ് കൂന്തൽ. അതിൻ്റെ അടുത്തേക്ക് ചെറിയൊരു പ്ലാസ്റ്റിക് ലൂറ് എറിഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്, പക്ഷെ അത് അറ്റാക്ക് ചെയ്യുന്നില്ല. ആ കൂന്തൽ ജസ്റ്റ് ഒന്ന് ആ ലൂറിലേക്ക് തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ കൂന്തലിനെ കിട്ടുമായിരുന്നു. അങ്ങനെ കുറേ സമയം ഇട്ട് നോക്കി, പക്ഷെ അത് അങ്ങനെ വട്ടം കറങ്ങി നോക്കുന്നല്ലാണ്ട് എടുക്കുന്നില്ല. ഈ കാണുന്ന കമ്പിക്കൂടിലാണ് ഇവർ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇവിടെ മീൻ പിടിക്കുന്ന രീതി ഇങ്ങനെയാണ്, വലയൊന്നുമില്ല, ഇങ്ങനെ ഈ കൂട് വെച്ചിട്ടാണ് മീൻ പിടിക്കുന്നത്. അങ്ങനെ അത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇതാ കുറച്ച് അയിലക്കുഞ്ഞിനകത്തെ മീനുണ്ട് കരയിലേക്ക് വന്നിട്ട്. അതായത് വേറൊരു മീൻ ഈറ്റങ്ങൾ അറ്റാക്ക് ചെയ്യാൻ വന്ന സമയത്ത് ഇവർ കരയിലേക്ക് അറിയാണ്ട് തുള്ളിപ്പോയതാണ്. അടുത്തുനിന്ന് കാണുമ്പോൾ ശരിക്കും അയിലൻ്റെ കുഞ്ഞ് തന്നെ, പക്ഷെ ഇതിൻ്റെ പേര് വേറെന്തോ ആണ് ഇവർ പറഞ്ഞു എന്നോട്. അങ്ങനെ നോക്കിയതാ 5 മീനുണ്ട് നല്ല പാങ്ങിൽ. അങ്ങനെ ഇവർ പറഞ്ഞ് ഇവർ കൊണ്ടുപോകുന്നു പറഞ്ഞ കാരണം അവരങ്ങനെ എടുത്ത് സൈഡിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ റഷീഖാൻ്റെ ഒരു ഫ്രണ്ടും കൂടി വന്നു, ബാബോട്ടൻ. അങ്ങനെ ഇവർ രണ്ടാളും എന്നോട് പറഞ്ഞു നീ ഇതിൻ്റെ അകത്തേക്ക് വന്നു. ശരിക്കും ഇതിൻ്റെ അകത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് അലൗഡ് അല്ല. അങ്ങനെ എന്നോട് പറഞ്ഞു നീ വന്നോ ജസ്റ്റ് നോക്കിക്കോന്ന് പറഞ്ഞു. ആ വെള്ളത്തിലേക്ക് നോക്കുമ്പോഴത്തേക്ക് ഒരുപാട് മീനുകളുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും മീനുകളെ ഈ വെയിൽ വന്നിട്ട് കാണുന്നത്. നമ്മുടെ നാട്ടിലത്തെ പോലെ വീശുവല ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഈ മീനെല്ലാം പിടിക്കാമായിരുന്നു. ഇവിടെ വീശുവല അലൗഡ് അല്ല, മീൻ പിടിക്കാൻ പാടില്ല വീശുവലയിൽ. ഇതുപോലുള്ള നല്ല നല്ല കാഴ്ചകൾ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഇതാ രാവിലെ തന്നെ റൂമിൽ നിന്ന് ഇറങ്ങിയാൽ നിങ്ങൾക്ക് ഇതെല്ലാം കാണാൻ വേണ്ടിയിട്ട് പറ്റും. രാവിലത്തെ ആ ഒരു വൈബ് വേറെ തന്നെയാണ്. റൂമിൽ കടന്നുറങ്ങിയാലൊന്നും ഈ കാഴ്ചകളൊന്നും കണ്ട് ആസ്വദിക്കാനൊന്നും നിങ്ങൾക്ക് പറ്റൂല. ഈ കാണുന്ന ബോട്ടുകളിലാണ് ഇവർ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഈ കൂട് വെച്ചിട്ട് തന്നെയാണ് ഇവർ മീൻ പിടിക്കുന്നത്. ഇവർ പോകുമ്പോൾ ഏകദേശം ഒരു 4-5 പേരുണ്ടാവുമെന്നാണ് എന്നോട് പറഞ്ഞത്. റഷ്യക്ക് പോകുന്ന അടുത്തേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മീൻ പിടിക്കാൻ വേണ്ടി ഒരു കൂട് വെച്ചിട്ടുണ്ട്. എന്നോട് പറഞ്ഞ് നീ എന്തായാലും വന്നതല്ലേ, നിനക്ക് ഇതിൽ മീനുണ്ടെങ്കിൽ കാണാമെന്ന് പറഞ്ഞിട്ട് ഇത് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നേരത്തെ ഇട്ട് വെച്ചാണ് കുറച്ച് മുമ്പ്. ഇവിടെ നല്ല ആയമുണ്ട് കേട്ടോ, നമ്മൾ കാണുന്ന പോലെയല്ല, നല്ല ആയമുണ്ട് ഇവിടെ. ഈ കയറിൻ്റെ നീളം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ നല്ല വെയിറ്റും ഉണ്ട് കേട്ടോ. ഇത് ഇരുമ്പിൻ്റെ കൂടാണ്, നല്ല വെയിറ്റ് ഉണ്ട്. മൂപ്പർ വലിക്കുന്ന കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. നല്ല വലിപ്പമുണ്ട്, നല്ല വലിയ കൂടാണിത്. അങ്ങനെ നമ്മളെ കൂട് ഇതാ ഏകദേശം മേൽഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇതാ നോക്കിയതാ വെള്ളത്തിന് വരുന്നത് നല്ല വലിപ്പമുള്ള കൂടാണ് കേട്ടോ. ഇത് ട്രാപ്പാണ്. ഇതിലേക്ക് മീൻ വന്നു കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു മീനുണ്ട് കേട്ടോ ഇതിൽ, ഒരു സാപ്പി എന്നുള്ളൊരു മീനാണ്, ഇതിൻ്റെ പേര് സാപ്പി എന്നുള്ളൂ. പിന്നെ 2 ജെല്ലി ഫിഷ് ഉണ്ട്, അത് പിന്നെ എന്തായാലും കളയുന്ന സാധനം. എന്തായാലും ഭാഗ്യമുണ്ട്, വന്നതിന് ഒരു മീനെങ്കിലും കാണാൻ വേണ്ടിയിട്ട് പറ്റി. ഓക്കെ, അങ്ങനെ ഇതാ മീൻ ഇതാ പടക്കുന്നുണ്ട്. ഇതാ മീൻ നോക്കിയതാ കുറച്ച് സൈസ് ഉണ്ട്, ഏകദേശം ഒരു 200 ഗ്രാമോളം വെയിറ്റ് ഉണ്ടാവും. ആ ഒരു സൈസുള്ള മീനാണിതാ. ഏകദേശം അറബികൾക്കെല്ലാം നല്ല ഇഷ്ടമുള്ള മീനാണ് കേട്ടോ, ചൂടാൻ വേണ്ടിയിട്ട് നല്ല യൂസ് ആക്കുന്ന മീനായത്. മേത്ത് കണ്ട വെള്ള മീനിൻ്റെ മേത്ത് നമ്മളെ കരിമ്പൻ അടിച്ചാൽ തോർത്തിനെല്ലാം കരിമ്പൻ അടിച്ചാൽ ചെറിയ കറുത്ത പുള്ളി. അങ്ങനെ കൂട് വലിച്ചുകൊണ്ട് ഈ ഒരു മീനിനെ കണ്ട് അങ്ങനെ ഇതിലേക്ക് ഇതാ ഈ മീനിനെ ഈ കൂടിൻ്റെ അകത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിനെ വെള്ളത്തിലേക്ക് ഇളക്കാൻ തന്നെയാണ് പ്ലാൻ. അപ്പോൾ ഇതിലേക്ക് അടുത്ത മീനിനെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നതാ ഒരുപാട് കുബൂസാണ്. ഇത് പഴയ കുബൂസ് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് ഇതിൻ്റെ ഡോറും അടിച്ചിട്ട് ഇതിനെ നേരെ വെള്ളത്തിലേക്ക് ഇറക്കും. അപ്പോൾ ഗൈസ് നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം ആയിട്ട് കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ ഗൈസ്.